അയ്യോ ഈ വീട് മൊത്തം അടിച്ചു കറി കഴിഞ്ഞപ്പോഴേക്കും ഒരു വരുവായി. അയ്യോ ചേച്ചി എന്തോ ആലോചിക്കുന്നേ. അല്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇന്ന് എന്ത് കറി വയ്ക്കും. മീനാണിട്ട് കിട്ടിയില്ല, ഒരു ഐഡിയ ഇല്ല, ചോറും വെച്ചിട്ടില്ല, എന്ത് ചെയ്യൂന്നാ. നമുക്ക് സാമ്പാറും അവിയലും എന്തെങ്കിലും തോരനൊക്കെ വെച്ചാലോ? അതെന്തോരം പണിയാ. കഴുകണം, പച്ചക്കറിയൊക്കെ എടുത്ത് അരിഞ്ഞ് വെറുക്കി ഉണ്ടാക്കി വരുമ്പോഴേക്കാണ് വൈകുന്നേരം. ശരിയാ. എന്നാ നമുക്ക് ചിക്കൻ ബിരിയാണി വെച്ചാലോ? അതിന് ചിക്കൻ വേണ്ടേ? ടൗണിൽ പോയിട്ട് ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ട് ഇനി എപ്പോൾ ഉണ്ടാക്കാനാ? ഇനിയിപ്പോൾ എന്ത് ചെയ്യൂലേ? വല്ല കഞ്ഞിയും വേറെ ഉണ്ടാക്കാം. എന്തുണ്ടാക്കിയാലും നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ കെട്ടിയന്മാർക്കും കുഴപ്പമില്ല, എൻ്റെ കൊച്ചിനും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എല്ലാത്തിനും മുറ്റം കണ്ടുപിടിക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മുടെ അമ്മായിയമ്മ. എന്തുണ്ടാക്കിയാലും അതിലൊരു എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ പുള്ളിക്കാരിക്ക്. അമ്മായിമ്മയുടെ തനിക്കുളം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് മാത്രമൊന്നുമില്ല, നമ്മൾ തമ്മിൽ അകറ്റാനും പുള്ളിക്കാരി നല്ലോണം ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ചേച്ചിയുടെ കുറ്റമൊക്കെ പറയുന്നുണ്ട്. 2 ദിവസം മുന്നേ എങ്ങാണ്ട് എൻ്റെ ഒരു മാമൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഗൾഫിലുള്ള മാമൻ. അപ്പോൾ വന്ന സമയത്ത് ചേച്ചിയാണെങ്കിൽ ഉച്ചയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങാൻ പോയ സമയത്താണല്ലോ വന്നത് എൻ്റെ മാമൻ. അപ്പോൾ അമ്മയാണല്ലോ ചേച്ചീനെ വിളിക്കാൻ വന്നത്. അപ്പോൾ ചേച്ചിയെ വിളിക്കാൻ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു എന്ന്, ഏതോ കളവൻ വന്നതിന് എന്നെ എന്തിനാ വിളിക്കുന്നത്, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്ന്. എന്നിട്ട് അമ്മ നിർബന്ധിച്ചിട്ടാണ് ചേച്ചി വന്നതെന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. എടി അങ്ങനെയൊന്നും അല്ല, നിന്റെ മാമ വന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഞാൻ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ. ഇവിടുത്തെ അമ്മ വന്നിട്ട് റൂമിൽ വന്ന് തട്ടിയ വഴിക്ക് ഞാൻ അപ്പം തന്നെ വേഗം ഒരു ഷാൾ ഇട്ടുകൊണ്ട് ഫ്രണ്ടിലോട്ട് വന്നു. നീ കണ്ടല്ലേ, ഞാൻ അപ്പം തന്നെ വന്നു. അപ്പം ഇതാണ് നമ്മുടെ അമ്മായിമ്മയുടെ പണിയല്ലേ. കൊള്ളാം. എടി എൻ്റെ അടുത്ത് 1-2 പ്രാവശ്യത്തിന് മുന്നേ ഉണ്ടായി. എന്നോട് ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞ്, നീ പറഞ്ഞു എന്ന്, അതായത് നിന്റെ ഭർത്താവിനേക്കാൾ ജോലിയും കാര്യങ്ങളൊക്കെ കുറവാണ്, കാണാനും ഭംഗിയൊന്നുമില്ല, അതായത് എൻ്റെ ഭർത്താവിന് കാണാൻ ഭംഗിയൊന്നുമില്ല എന്ന് നീ പറഞ്ഞെന്ന്. അന്നേ എനിക്കൊരു ഡൗട്ട് അടിച്ചത്, നീ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. അപ്പം എന്തോ പുള്ളിക്കാരി ഒരു പണി ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്കൊരു ഡൗട്ട് അടിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞേ. നമ്മുടെ അമ്മായിയമ്മ ഇത്ര വിഷമായിരുന്നോ? ഈ പോക്കാണെങ്കിൽ ഈ വീട് 2 ആക്കുക സ്ത്രീ. അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇത് നമുക്ക് കയ്യോടെ പിടിക്കണം. ഇതിപ്പോൾ തന്നെ പിടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ പ്രശ്നം ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല. ശരിയാ, കയ്യോടെ പിടിക്കണം. മഴ വരുന്നു, ഞാൻ തുണി എടുക്കട്ടെ. മോള് തുണി മടക്കാണാ? അമ്മ അതൊക്കെ നിന്റെ മുറി കണ്ടുപിടിക്കണം നിമിഷ. അവളുടെ മുറി കണ്ടിട്ടുണ്ടാ? എന്ത് വൃത്തിയാണ്, ഒന്നുമില്ല, തുണി മടക്കൂല, വൃത്തിയേടായിട്ട് കിടക്കണേ. നിന്റെ കിടക്കണ നല്ല ഭംഗിയിൽ നല്ല മണമാണ് മുറി കയറുമ്പോൾ. എൻ്റെ പൊന്നോ, അവളുടെ കാര്യം ഒന്നും പറയാണ്ടിരിക്കണം നല്ലത്. അവളുടെ കുട്ടിയില്ലേ, എൻ്റെ കൊച്ചുമോൻ, അവൻ്റെ ഒരു വികൃതിയുണ്ട്. അവളുടെ സ്വഭാവം അവളുടെ വീട്ടുകാരുടെ സ്വഭാവമാണ് മൊത്തം കിട്ടിക്കണം. എൻ്റെ മോൻ്റെയോ അവളുടെ കെട്ടിയവൻ്റെ ഒരു സ്വഭാവം കിട്ടിയിട്ടില്ല, എല്ലാം അവളുടെ വീട്ടുകാരെ. അത് ഉരുത്തം കെട്ട ചെറുക്കനാണ് ആ കൊച്ച്. ഇപ്പോൾ അതേ കണ്ട മഴയത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ചെന്നിട്ട് പറഞ്ഞ്, മാനെ ഒന്ന് കയറി വാ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറയാണ്, പോടി തള്ളേന്ന്. ഒരു അച്ഛമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റിയ വർത്താനാണ്. അവളത് കേട്ടുകൊണ്ട് നിൽക്കണ്ട, ഒരു വാക്ക് പറഞ്ഞില്ല. എനിക്കാണെങ്കിൽ വിഷമായിപ്പോയി. എൻ്റെ പിള്ളേർ വല്ലതും ആയിരിക്കണം, മുഖം അടിച്ച് പൊളിക്കും ഞാൻ. എന്താ അല്ലേ. സത്യം പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊന്നുമല്ല അവളെ പ്രതീക്ഷിച്ച്. എനിക്കറിയില്ല, നീ 2 ആമക്കളെ വളർത്തണല്ലേ, എനിക്ക് ഈ പെമ്മക്കളുടെ കാര്യങ്ങളൊന്നും അറിയില്ല. അവൾ വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ പോലെയൊക്കെ ആയിരിക്കും എല്ലാവരും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ലൊന്നാതൊരു മരുമകൾ രണ്ടാമത് കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് അവളുടെ സ്വഭാവം കൊള്ളില്ല എന്നറിയാം. അവൾക്ക് ഒരു കഴിവില്ല, അവൾക്ക് മക്കളെ വളർത്താനേ അറിയില്ല. അങ്ങനെ പറയല്ലമ്മേ, കിട്ടുവിന് ആ കൂടി പേടിയുള്ളൂ ചേച്ചിനെ മാത്രം. ചേച്ചി നല്ല രീതിയിലാണല്ലോ കൊച്ചിനെ നോക്കണേ. തല്ലിയല്ല മക്കളെ വളർത്തേണ്ടത്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതൊന്നും അവൾക്കറിയില്ല. എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് മക്കളുണ്ടാവുമ്പോൾ നല്ല രീതിയിൽ വളർത്തും, നല്ല അടക്കവും ഒതുക്കമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തും, അതെനിക്ക് ഉറപ്പാണ്. എനിക്കൊരു കുറച്ചുകൂടെ അതിനോട് താല്പര്യമുള്ളത് മോളുടെ അടുത്താണ്. മോൾ നല്ല ഈ ഒരു കുടുംബത്തിന്, ഈ തറവാട്ടിൻ്റെയൊക്കെ ഒരു മുന്നോട്ട് നാളെ ഒരു കാലത്ത് നല്ലത് പറയുന്നത് മോളിലൂടെ ആയിരിക്കും, ഉറപ്പല്ലേ. എന്നാൽ ശരി, എന്നാ തുണിയൊക്കെ മടക്ക്, ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ കേട്ടാ. ചേച്ചി, അമ്മ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ചേച്ചിനെ കുറിച്ച് കുറേ കാര്യമൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ആ വരവെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. ആരാണ് ഫോണിൽ? അമ്മയാണോ? എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചമ്മേ.
ഒന്നും പറയണ്ട നിമിഷേ, നമ്മുടെ കുടുംബം ഇങ്ങനെ ആയിപ്പോയില്ലേ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്താ അമ്മ, എന്തു പറ്റി? ഒന്നും പറയണ്ട, നമ്മുടെ കുടുംബം അധികം വൈകാണ്ട് രണ്ടായിട്ട് തമ്മി തല്ലി പിരിയും, ഉറപ്പന്നെ. അതിലേക്ക് തന്നെയാണ് പോണത്. എനിക്കറിയാലോ, എനിക്ക് 2 ആമക്കളാണ്. 2 ആമക്കളെ വളർത്തി പരിചയം എനിക്കുള്ളൂ, പെമ്മക്കളെ ഒന്നുമില്ല. പക്ഷേ എൻ്റെ മൂത്ത മോനെ കല്യാണം കഴിച്ച് നീ വന്നേ പിന്നെ നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ കണ്ടിട്ടുള്ളൂ. അതുപോലെ എനിക്ക് അവളെ കാണാൻ പറ്റില്ല, അവൾ 2ാമത് വന്നതാണ്. പക്ഷെ നീ എൻ്റെ മോള് തന്നെയാണ്. പക്ഷേ എനിക്ക് നിൻ്റെ അടുത്ത് ആ ഒരു സ്വാതന്ത്ര്യവും ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ അവൾ നിൻ്റെ കുറ്റം എൻ്റെ അടുത്ത് പറയും. ഏത് നേരവും എനിക്ക് നിൻ്റെ കുറ്റം പറയാനേ തരുള്ളൂ. എനിക്ക് കേട്ടിട്ട് സഹിക്കണില്ല. ഇല്ലാത്ത കാര്യമാണെങ്കിൽ പറഞ്ഞുണ്ടാക്കണത്, ഉള്ള കാര്യമാണെങ്കിൽ നമ്മൾ പോട്ടേന്ന് വിചാരിക്കുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ. പക്ഷെ ഇതില്ലാത്ത കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് കേട്ടോണ്ട് നിൽക്കണത്? എനിക്ക് വിഷമാവാണ്. കുടുംബം അതിവേഗാണ്ട് തമ്മി തല്ലി പിരിയും, ഉറപ്പന്നെ. എന്നിട്ട് അവളിപ്പോൾ എൻ്റെ അടുത്ത് പറയണേ, നിനക്ക് കുട്ടികളെ നോക്കാറിയില്ല, കിട്ടുമോന് ഭയങ്കര വികൃതിയാണ്. നമ്മുടെ ചങ്കക്കൂടം പോലത്തെ കൊച്ചിനെ, എൻ്റെ കൊച്ചുമോനെ കുറ്റിയാണ് അവൾ പറഞ്ഞത്. കിട്ടൂന് ഭയങ്കര വികൃതിയാണ്, നിനക്ക് കൊച്ചുങ്ങളെ നോക്കാറിയില്ല, നിനക്ക് കഴിവില്ലാത്തവളാണ്. ഒന്ന് ആലോചിച്ചു. അവൾ അങ്ങനെ പറഞ്ഞോ? ആന്നേ, നിനക്കെന്നെ വിശ്വാസമില്ലേ? അവൾ പറഞ്ഞു. ഞാൻ എപ്പോഴാ അമ്മ അങ്ങനെ പറഞ്ഞേ? മീരേ, അമ്മ പറയാ നീ പറഞ്ഞോന്നു എനിക്ക് കൊച്ചുങ്ങളെ നോക്കാൻ അറിയില്ല, അങ്ങനെ പറഞ്ഞോ? ആഹാ, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാനായോ? എന്നോട് അമ്മയാണല്ലോ ഇങ്ങനെയൊക്കെ സംസാരിച്ച്. പിന്നെ ഇത് മാത്രമല്ല, അമ്മേനെ എന്തോ കിട്ടുമോൻ എപ്പോടി തള്ളേന്ന് വിളിച്ചു എന്നോ, അത് ചേച്ചി കേട്ടിട്ട് മിണ്ടാതെ നിന്നു എന്നൊക്കെ. അയ്യോ, കിട്ടും അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തിനാ അമ്മ ഇങ്ങനെ നുണ പറയുന്നേ? അയ്യോ, ഞാനങ്ങനെ പറഞ്ഞോ? എനിക്കെന്തോ ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്, അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ല. ഇനി അമ്മയ്ക്ക് പല കാര്യങ്ങളും ഓർമ്മ കാണില്ല. എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? ഞങ്ങൾ രണ്ടും കൂടെ സമാധാനമായിട്ട് നല്ല ഐക്യത്തോടെ പോകുന്നത് അമ്മയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലേ? എനിക്കറിയാൻ വേണ്ടിയാണ് ചോദിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതിന് അമ്മ കാരണമാവാൻ നിൽക്കരുത് കേട്ടോ. എന്തിനാ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അമ്മയ്ക്ക് എന്ത് സുഖമാണ് അമ്മ കിട്ടുന്നത്? മക്കളെ, നിങ്ങളൊന്ന് ക്ഷമിക്കും. ഞാൻ വെറുതെ തമാശക്ക്, ഇതൊക്കെ ഒരു രസമല്ലേ. ഞങ്ങൾക്ക് അത്ര വലിയ തമാശയായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇനി ഈ പണി മേലാ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം തരുന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതുപോലും തരത്തില്ല ഇനി കേട്ടോ. അത് തന്നെ, അമ്മ അത് മനസ്സിലാക്കി അമ്മയ്ക്ക് തന്നെ കൊള്ളാം. ഓരോരുത്തരുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ എന്നിട്ട് സമയം പോയി, ഉച്ചയായി. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? വല്ലോ വെച്ചുണ്ടാക്കാം. ഇനിയൊന്നും വെച്ചുണ്ടാക്കാൻ വയ്യ, നമുക്ക് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. പറ്റില്ല, ഭക്ഷണം പുറത്തൊന്നും മേടിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഉണ്ടാക്കിയത് 2 പേർക്ക് പിന്നെ എന്നാ പണി? എന്തുണ്ടാക്കിയാലും അമ്മ ഇരുന്ന് കുറ്റം പറയും. ഇന്ന് നമുക്കൊരു പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. എന്നിട്ട് അമ്മ അതിൻ്റെ കുറ്റം ഇരുന്ന് പറ. ഞങ്ങൾക്കപ്പോൾ അത്ര ഫീൽ ആവത്തില്ലല്ലോ, ഞങ്ങളുണ്ടാക്കിയതല്ലല്ലോ. വാമീരെ, നമുക്ക് ഓർഡർ ചെയ്യാം. രണ്ടും കൂടി സെറ്റും കൂടി അടയും ചക്കരയായിട്ട് നടക്കുകയാണ്. നിങ്ങളെ രണ്ടെണ്ണത്തിന് എങ്ങനെയും പിടിക്കാൻ നോക്കുന്ന വെച്ചാൽ നടക്കണില്ലല്ലോ ദൈവമേ.